How is the weather today? The forecast is calling for rain today. What is the distance from Earth to Venus? The answer I found is 261 million kilometers. Tell me about a species of dinosaur found in India. Here's what I found. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ആപ്പിളിൻ്റെ അപ്കമിങ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 18-ൽ കഴിഞ്ഞ വീക്കാണ് ആപ്പിൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ iOS 18 നമുക്ക് സെപ്റ്റംബറിൽ പുതിയ ഐഫോണുകൾ റിലീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആയിരിക്കും നമ്മളെല്ലാം ഡിവൈസുകളിലേക്ക് ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ നിലവിൽ iOS 18 ഉള്ളത് നിങ്ങൾക്കറിയാവുന്ന പോലെ അത് ബെയ്റ്റയിലാണ്. ഈ മാസം ആപ്പിൾ ഡെവലപ്പർ ബെയ്റ്റയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്ത മാസം ജൂലൈയിലായിരിക്കും ആപ്പിൾ പബ്ലിക് ബെയ്റ്റ റിലീസ് ചെയ്യത്തുള്ളൂ. ആ ടൈമിൽ സെക്കൻഡറി ഐഫോൺ ഉള്ള അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസുകളുള്ളവർക്ക് ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നാണ്. അപ്പോൾ iOS 18 ഇവൻ്റെ ഏറ്റവും അവസാനം നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനോടൊപ്പം അടിമുടി മാറ്റത്തോടെയാണ് ആപ്പിൾ സിറിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാണ് സിറി 2.0. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ട പുതിയ സിറി വേർഷൻ 2.0 അതിനെ എങ്ങനെ നിങ്ങളുടെ ഐഫോണുകളിൽ അല്ലെങ്കിൽ ഐപാഡുകളിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും, അതിനുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് ഇനി ഞാൻ പറയുന്നത്. ഒന്നാമത് പ്രധാനമായിട്ടും വേണ്ടത് നമുക്കൊരു മാക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിൻഡോസ് PC കമ്പ്യൂട്ടറാണ് വേണ്ടത്. രണ്ട്, നിങ്ങൾക്ക് iOS 18 റൺ ചെയ്യുന്ന ഐഫോണോ ഐപാഡോ ഇത് രണ്ടും ഏതെങ്കിലും വേണം. അപ്പോൾ സെക്കൻഡറി ഡിവൈസിലൊക്കെ iOS 18 റൺ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. മൂന്ന്, ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേ മസ്റ്റായിട്ടും നിങ്ങളുടെ ഡിവൈസിൻ്റെ ഒരു ബാക്കപ്പ് എടുത്തു വെച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ലഭിക്കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലേക്ക് പോകാം. വളരെ സിമ്പിളാണ്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല, എല്ലാവർക്കും എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് iPhone 12 മിനിയിലാണ്. iPhone 12 മിനിയിൽ iOS 18 ഇൻസ്റ്റാൾ ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഒരു സിറി, നമ്മുടെ പുതിയ സിറി ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇപ്പം കറൻ്റ്ലി iPhone 12 മിനി റൺ ചെയ്യുന്നത് iOS 17.4.1-ലാണ്. നിങ്ങൾക്കിവിടെ കാണാം എബൌട്ടിൽ iOS 17.4.1 ആണ്. ഇതിലേക്കാണ് നമ്മൾ iOS 18 ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി ഒരിക്കൽ കൂടെ ഞാൻ പറയുവാണ്, നിങ്ങൾക്കൊരു പ്രൈമറി ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ, ഒരൊറ്റ ഐഫോണേ ഉള്ളെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബേറ്റ OS iOS 18 ഇൻസ്റ്റാൾ ചെയ്യരുത്. അത് ഒഫീഷ്യലി സെപ്റ്റംബറിൽ ഇറങ്ങുമ്പോൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി സെക്കൻഡറി ഐഫോൺ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പരിപാടി ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ യൂസർ ഡാറ്റ ബാക്കപ്പ് ചെയ്ത് വെച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇനി പ്രോസസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് iOS 18 ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സോ നമ്മുടെ ഡിവൈസ് മാക്ക് അല്ലെങ്കിൽ PC ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്തു, അലോ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫൈൻഡറിനകത്താണ് നമ്മളുടെ ഐറ്റ്യൂൺസ്, അല്ലെങ്കിൽ മാക്കിൽ ആ ഒരു ഐറ്റ്യൂൺസിൻ്റെ സംഭവം എന്ന് പറയുന്നത് ഫൈൻഡർ തന്നെയാണ്. സോ ഫൈൻഡർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസ് ഇവിടെ കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് iOS 18 നമുക്ക് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം iOS 18 ഡെവലപ്പർ സൈറ്റിൽ പോയിട്ട് iOS 18 ഡൗൺലോഡ് ചെയ്യണം. അത് നമ്മൾ ഏത് ഡിവൈസാണോ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി നമ്മളിത് ഡൗൺലോഡ് ചെയ്യണം. സോ ഞാൻ 12 മിനിയാണ് ഉപയോഗിക്കുന്നത്. സോ 12 മിനിക്കുള്ള ഫയൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് iOS 18 12 മിനിക്കുള്ള IPSW ഫയൽ. ഇതിനോടൊപ്പം തന്നെ ഈ മേളിൽ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ഫയലും നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ IPSW ഫയൽ വരും, അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇപ്പം വിൻഡോസിലും ഇതേ തന്നെയാണ്. വിൻഡോസിൽ ഇതുപോലെ തന്നെ ഷിഫ്റ്റോ ഓൾട്ട് കീയോ ഇതിലേതോ ഒരു കീ പ്രസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇതുപോലത്തെ വിൻഡോ പോപ്പപ്പായി നമുക്ക് അവിടെ നിന്ന് IPSW ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഐറ്റ്യൂൺസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഡെവലപ്പർ അക്കൗണ്ട് ഉള്ളവരാണ് അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് ആപ്പിൾ ID ഇതിലേക്ക് സൈൻ ഇൻ ചെയ്താൽ, ഏത് ഫോണാണോ ആ ഫോണിലേക്ക് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ ബെയ്റ്റ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾക്ക് ഇതുപോലെ iOS 18 ഡെവലപ്പർ ബീറ്റ ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ iOS 18 നമ്മുടെ iPhone 12 മിനിയിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ആപ്പ് ഐക്കണും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ പുതിയ സിറിനെ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമുക്കറിയാം സിറിനെ ഇൻവോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് സിറിയാണ് ഇവിടെ വരുന്നത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഐഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് ഐഫോൺ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കസ്റ്റം ഓപ്പറേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇമ്പോർട്ട് കോപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ മുന്നേ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു പാക്കേജ് ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന കാര്യങ്ങളാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതാണ് iOS 18 സിറി കോപ്പറേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പാക്കേജ്. അത് ഓപ്പൺ ചെയ്യുക, എഡിറ്റ് ഓപ്ഷനിൽ പോവുക. എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഇത് എനേബിൾ ചെയ്യുക. ഇവിടുന്ന് ബാക്ക് പോവുക. അവിടെ നമ്മൾ താഴെ നമുക്ക് അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ അപ്ലൈ ട്വീക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വേണം സെലക്ട് ചെയ്യാൻ. ഇത് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിവൈസിൻ്റെ ബാക്കപ്പ് നമ്മൾ എടുത്തു വെക്കണം. അതോടൊപ്പം തന്നെ ഫൈൻഡ് മൈ നമ്മൾ ഡിസേബിൾ ചെയ്തിരിക്കണം. സോ ഫൈൻഡ് മൈ നമ്മൾ അതിന് ശേഷം റീ എനേബിൾ ചെയ്താൽ മതി. ഇനി ഫൈൻഡ് മൈ ആണ് ഡിസേബിൾ ചെയ്യേണ്ടത്. സെറ്റിങ്സിൽ പോവുക, അക്കൗണ്ടിൻ്റെ ഓപ്ഷനിൽ പോവുക. ഇവിടെ നമ്മൾ ഫൈൻഡ് മൈ ഓപ്ഷൻ ഉണ്ട്, ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ഓക്കെ, ഫൈൻഡ് മൈ ഡിസേബിൾ ചെയ്യുക.
ഇപ്പോൾ നമ്മൾ ഫൈൻഡ് മൈ ഡിസേബിൾ ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അപ്ലൈ ട്വീക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ കാണാം ഡിവൈസ് റീസ്റ്റോർ ആയത് കാണാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ ഡിവൈസ് റീബൂട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഡിവൈസ് സെറ്റപ്പ് ആയിട്ടുണ്ട്, അതായത് ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഐഫോൺ പാർഷ്യലി സെറ്റപ്പ് എന്ന് പറഞ്ഞ സ്ക്രീൻ കാണാം. അവിടെ താഴെ ഏറ്റവും താഴെ കണ്ടിന്യൂ വിത്ത് പാർഷ്യൽ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമ്മളെ ഡാറ്റ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഡിവൈസ് ഓപ്പൺ ആയി ലഭിക്കുന്നതാണ്. ഇതിപ്പോൾ സെറ്റപ്പ് സ്ക്രീനാണ്, അതാണ് പാർഷ്യലി സെറ്റപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ക്രീനിലേക്ക് വന്നത്. ഇപ്പോൾ നമ്മളെ ഡിവൈസ് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിറീനെ ഒന്ന് ഇൻവോക്ക് ചെയ്ത് നോക്കണം. ജസ്റ്റ് ഇത് പ്ലസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പം സെൻസിറ്റീവ് UI ആൻഡ് സൗണ്ട് ആർ എനേബിൾഡ് എന്ന് പറഞ്ഞ് കാണിക്കും, അതായത് പുതിയ സിറി വരുന്നതിൻ്റെയാണ്. ഇനി നമ്മൾ ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം പുതിയ സിറി നമുക്ക് എനേബിൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് ഇതാണ് സിറി 2.0. നമ്മൾ ആപ്പിളിൻ്റെ WWDC ഇവൻറ്റിൽ പരിചയപ്പെട്ട സിറി 2.0 ആണ്. ഇത് ആപ്പിൾ ഇൻ്റലിജൻസ് അല്ല, വെറുതെ സിറിയാണ്. ഈ ഒരു സിറിനെ നിങ്ങൾക്ക് ഏത് ഡിവൈസുകളിൽ വേണമെങ്കിലും, നമ്മളുടെ ഏത് ഡിവൈസുകളിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങളിവിടെ ഈ കാണുന്ന സിറിയുടെ മിസ് അലൈൻമെൻറ്റ്സ് താഴെ കുറച്ച് ബോട്ടത്തിൽ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഓവർലാപ്പ് ആയിട്ടില്ല. അതോടൊപ്പം തന്നെ സൈഡിലും നമുക്ക് കാണാം അത് ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഈ ഏരിയയിലും താഴെ ബോട്ടത്തിലുമായിട്ട് നമുക്കത് ഓവർലാപ്പ് ആയിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് അലൈൻ ചെയ്തിട്ടില്ല. അത് ഈ ഒരു 12 മിനി ഡിവൈസുകൾ, 12 മിനി 30 മിനി ഡിവൈസുകൾക്ക് മാത്രമുള്ളൊരു പ്രോബ്ലമാണ്. മറ്റ് ചില യൂസേഴ്സ് ഇതുപോലെ തന്നെ ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സിറിയാണ്. മിക്ക ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ആപ്പിൾ ഇൻ്റലിജൻസ് ഉള്ള ഡിവൈസുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു സിറി ലഭിക്കത്തുള്ളൂ എന്നാണ്. പക്ഷേ ഇത് സിറി 2.0 ആണ്. സിറി 2.0 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഇത് വിഷ്വലി കുറേയധികം ചേഞ്ചസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ സിറിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് നമുക്ക് ഈ എല്ലാ ഡിവൈസുകളിലും iOS 18 ഒഫീഷ്യലി റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഡിവൈസുകളിലും ഈ ഒരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ UI ചേഞ്ച് ലഭിക്കുന്നതായിരിക്കും. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ UI എന്ന് പറയുന്നത് താഴെ നമുക്ക് ചെറിയ രീതിയിൽ വരുന്നതായിരുന്നു. എന്നാൽ പുതിയ സിറിയുടെ UI എന്ന് പറയുന്നത് മൊത്തത്തിൽ ഡിസ്പ്ലേ മൊത്തത്തിൽ നമുക്ക് ആ ഒരു ഇൻ്റർഫേസ് വിസിബിൾ ആണ്. വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു, നമ്മൾ സംസാരിക്കുന്ന അനുസരിച്ച് അതിനകത്ത് വരുന്ന ആ ഒരു വിഷ്വൽ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനെ കുറേയധികം ഈ വിഷ്വലി നമുക്ക് ചേഞ്ച് കൊണ്ടുവന്നെങ്കിൽ അല്ലെങ്കിൽ റിഫ്രഷിംഗ് ആയിട്ടുള്ള സംഭവമാണ് സിറി 2.0. അതോടൊപ്പം സെറ്റിങ്സിൽ നമുക്ക് ടൈപ്പ് ടു സിറി ഓപ്ഷൻ ഉണ്ട്. സോ ഇതുപോലെ തന്നെ നമുക്ക് സിറിനെ ഇൻവോക്ക് ചെയ്യുമ്പം ഡയറക്റ്റ്ലി ടൈപ്പ് ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. സോ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് സിറി ടൈപ്പ് ചെയ്യുമ്പം വരുന്നത്. നിങ്ങൾക്ക് കാണാം ആ ഒരു സ്ക്രീൻ മൊത്തത്തിൽ നമ്മളുടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീൻ മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നതും അത് ചെറുതായിട്ട് നിൽക്കുന്നതും കാണാൻ സാധിക്കും. അതിനുശേഷം അതിന് മുകളിലേക്കാണ് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് സിറി വരുന്നത്. സിറിയുടെ മൊത്തത്തിലുള്ള ഈ ഒരു ലുക്ക് നമുക്ക് iOS 18 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും ഒഫീഷ്യലി റിലീസ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇത് ആപ്പിൾ ഇൻ്റലിജൻസ് അല്ല. ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവൈസുകളിൽ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. സിറി ഈ ഒരു പുതിയ വേർഷൻ അല്ലെങ്കിൽ ഈ ഒരു പുതിയ ലുക്കിൽ നമുക്ക് എല്ലാ ഡിവൈസുകളിലും ലഭിക്കുന്നതായിരിക്കും.